നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കാസർകോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ഭീകരതയ്ക്കെതിരായ സന്ദേശം എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച സർവകക്ഷി പ്രതിനിധി സംഘം ലോകരാജ്യങ്ങളിൽ പര്യടനം തുടരുന്നു. സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. ചണ്ഡിഗഡിൽ ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കാസർകോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർകോട്, കണ്ണൂർ, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും ആലപ്പുഴയിലെ കുട്ടനാട് താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കാസർകോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. ഇടുക്കി ജില്ലയിലെ മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. ശക്തമായ മഴയും കാറ്റും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇതുവരെ 344 വീടുകളാണ് കാലവർഷക്കെടുതിയിൽ തകർന്നത്. ഇതിൽ 6 പൂർണ്ണമായും തകർന്നു. കാർഷിക മേഖലയിലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ മഴ കുറഞ്ഞതോടെ രാമനാട്ടുകര വില്ലേജിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് ഒഴിവാക്കി. വടകര താലൂക്കിൽ 1, കോഴിക്കോട് താലൂക്കിൽ 2 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വടകര വിലങ്ങാട് വില്ലേജിലെ ക്യാമ്പിൽ 100 പേരാണ് കഴിയുന്നത്. കുമ്പളം കായലിൽ വള്ളം മറിഞ്ഞ് മീൻ പിടിക്കുകയായിരുന്ന 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളെ കാണാതായി. പറവൂർ കെടാമംഗലം സ്വദേശി രാമകൃഷ്ണനെയാണ് കാണാതായത്. കൂടെയുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു. പത്തനംതിട്ട ജില്ലയിലും മഴ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും പലയിടങ്ങളിലും ഗതാഗത തടസ്സവും വൈദ്യുതി മുടക്കവും ഉണ്ടാകുന്നുണ്ടെങ്കിലും അഗ്നിശമന സേനയും കെഎസ്ഇബിയും വൈദ്യുതി ബന്ധം കഴിയുന്നിടത്തോളം പുനഃസൃഷ്ടിക്കുന്നുമുണ്ട്. പത്തനംതിട്ട നഗരത്തിൽ ഇന്നലെ വൈകിട്ട് വീശിയടിച്ച കാറ്റിൽ കളക്ടറേറ്റിലെ പൊതുമരാമത്ത് റോഡ് വിഭാഗം ഓഫീസിന് മുകളിൽ മരം വീണ് കെട്ടിടം തകർന്നു. ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ ഒരു ഗേറ്റ് തുറന്നിരിക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നിലവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ജില്ലയിലെ പ്രധാന ഡാമുകളായ കക്കി, ആനത്തോട്, പമ്പ എന്നീ ഡാമുകളിൽ 37.28% 31.65% ജലമാണ് ഉള്ളത്. പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. നിലവിൽ ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. തിരുവല്ല, ഇരവിപേരൂർ, കോന്നി, തണ്ണിത്തോട്, മല്ലപ്പള്ളി, ആനിക്കാട് എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജില്ലയിൽ മഴയിലും കാറ്റിലും ഇതുവരെയുള്ള കണക്കനുസരിച്ച് 145-ലധികം വീടുകൾ തകർന്നിട്ടുണ്ട്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നു. രാത്രി നിരവധിയിടങ്ങളിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയുമുണ്ടായി. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഇടുക്കി, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിൽ ഇന്നലെ രാത്രി 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 16 കുടുംബങ്ങളിലെ 39 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിൽ മലയോര മേഖലകളിലൂടെ രാത്രി ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. തിരുവനന്തപുരം ജില്ലയിലും കനത്ത മഴ. ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞുവീണ് വൈദ്യുതി നിലച്ചു. ഭീകരതയെ ഉന്മൂലനം ചെയ്യാൻ രാജ്യം നടത്തുന്ന അചഞ്ചലമായ സമർപ്പണത്തിന്റെ സന്ദേശം എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച സർവകക്ഷി പ്രതിനിധി സംഘം ലോകരാജ്യങ്ങളിൽ പര്യടനം തുടരുന്നു. എൻസിപി എംപി സുപ്രിയ സുലെ നേതൃത്വം നൽകുന്ന പ്രതിനിധി സംഘം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സെക്രട്ടറി ജനറൽ ഫിക്കിലെ എംബലൂലിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇടപെടുന്നതിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പ്രതിജ്ഞയെടുത്തതായി എംബലൂല പറഞ്ഞു. ശിവസേന എംപി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ബഹുകക്ഷി സംഘം കോങ്കോയിലെ സീറാലിയോണിലെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് ആദരസൂചകമായി സീറാലിയോൺ പാർലമെന്റ് ഒരു നിമിഷം മൌനം ആചരിച്ചതായി ശ്രീകാന്ത് ഷിൻഡെ അറിയിച്ചു. ബിജെപി എംപി രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലെ സർവകക്ഷി സംഘം ഡെൻമാർക്കിലെ കോപ്പൻഹേഗിലെത്തി. ഇന്ത്യൻ അംബാസഡർ മനീഷ് പ്രഭാത് പ്രതിനിധി സംഘത്തെ സ്വീകരിച്ചു. പനാമയിലെ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന കോൺഗ്രസ് എംപി ശശി തരൂർ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആവർത്തിച്ചു. ആക്രമണങ്ങളുണ്ടായാൽ രാജ്യം വീണ്ടും തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണം കശ്മീരി സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ പാകിസ്ഥാൻ നടത്തിയ നിന്ദ്യമായ ശ്രമമാണെന്നും തരൂർ പറഞ്ഞു. ബിജെപി എംപി ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകുന്ന സർവകക്ഷി സംഘം സൌദി അറേബ്യയിലെ നൈഫ് അറബ് യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു. പ്രതിനിധി സംഘത്തെ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അൽ ബയാൻ സ്വീകരിച്ചു. ഭീകരതയ്ക്കെതിരായ ഉറച്ച കാഴ്ചപ്പാട് പ്രതിനിധി സംഘം പങ്കുവച്ചു. ഡിഎംകെ എംപി കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘം ഗ്രീക്ക് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഭീകരതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത ഇന്ത്യൻ നിലപാട് സംഘം വിശദീകരിച്ചു. അക്രമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവർക്ക് ധനസഹായം ലഭ്യമാക്കാതിരിക്കാൻ ഗ്രീസിന്റെ പിന്തുണ ഇന്ത്യ ആവശ്യപ്പെട്ടു. സഞ്ജയ് കുമാർ ഝാ നേതൃത്വം നൽകുന്ന സർവകക്ഷി സംഘം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ചിന്തകരും ഗവേഷകരുമായി ഭീകരവിരുദ്ധ ആശയങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ പ്രധാന ചുവടുവയ്പായി രാജ്യത്തിന്റെ കാർഷിക മേഖലയെ വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒഡീഷയിൽ വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്ര ഗവൺമെന്റ് കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. ടിബിക്കെതിരായ പോരാട്ടത്തിൽ ഫലപ്രദവും ശാശ്വതവുമായ മാറ്റം കൊണ്ടുവരാൻ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ടിബി, മീസിൽസ്, റുബല്ല രോഗനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് സിംഗപ്പൂരിലെത്തും. ഷാൻഗ്രില ഡയലോഗിന്റെ 22ാമത് പതിപ്പിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. നവകേരള സദസ്സിൽ ഉയർന്നുവന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കോഴിക്കോട് ജില്ലയ്ക്ക് 91 കോടി രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 കോടി രൂപയുടെ വീതം വികസന പദ്ധതികളാണ് നടപ്പിലാക്കുക. രാജ്യത്തെ 1.5 കോടി കർഷകരുമായി കാർഷിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും നേരിട്ട് സംവദിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. ജില്ലയിൽ ഐസിഎആറും ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ കണ്ടെയ്നർ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിലെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് കൊച്ചിയിലെ സെൻട്രൽ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം ആരംഭിച്ചു. എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരപ്രദേശങ്ങളിലാണ് പഠനം നടത്തുന്നത്. കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണവ്യാപനം നേരിടാൻ കോസ്റ്റ് ഗാർഡിന്റെ ഐസിജിഎസ് സമുദ്ര പ്രഹരി, ഐസിജിഎസ് വിക്രം എന്നീ കപ്പലുകൾ പ്രദേശത്ത് തുടരുകയാണെന്ന് നാവികസേന അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. എല്ലാ ജില്ലകളിലും പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിൻ വി ശ്രീനിവാസ് സല്യൂട്ട് സ്വീകരിക്കും. ചണ്ഡീഗഡിൽ ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30ക്കാണ് മത്സരം. വിദ്യാർത്ഥികളിൽ ഗവേഷണ താൽപര്യം വളർത്താൻ സംഘടിപ്പിക്കുന്ന ഭൌതിക ശാസ്ത്ര കോൺഫറൻസ് ഫൈക്കോൺ 2025 ഇന്ന് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ ചേരും. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന വേദിയാണ് ഫൈക്കോൺ. കണ്ണൂർ സർവകലാശാലയുടെയും സർവകലാശാലയിലെ വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഫിസിക്സ് വിഭാഗങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോൺഫറൻസ്. കേരളത്തിൽ ആദ്യമായാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ച നാടോടി ദമ്പതികൾ പിടിയിലായി. പുതിയ കടവിൽ വെച്ച് കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ, ലക്ഷ്മി എന്നിവരെയാണ് വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബേപ്പൂർ സ്വദേശിയുടെ 7 വയസ്സായ മകനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കുട്ടി ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയും പ്രതികളെ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ലഹരിക്കെതിരെ സംഘടിപ്പിക്കുന്ന മെഗാ ക്യാമ്പയിൻ 2 മില്യൺ പ്ലജിന്റെ ഭാഗമായി താഴെത്തട്ടിലെ പ്രവർത്തനം ഊർജിതമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി അറിയിച്ചു. അടുത്ത മാസം 26-നാണ് ക്യാമ്പയിൻ. 20 ലക്ഷം പേർ ക്യാമ്പയിനിൽ പങ്കാളികളാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. കാസർകോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ഭീകരതയ്ക്കെതിരായ സന്ദേശം എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച സർവകക്ഷി പ്രതിനിധി സംഘം ലോകരാജ്യങ്ങളിൽ പര്യടനം തുടരുന്നു. സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ.
ചണ്ഡിഗഡിൽ IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.